വേണ്ടിയിട്ടും അള്ളാഹുവിന്റെ മഹത്വം ഇങ്ങനെ പ്രകീർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടും അള്ളാഹു ഏർപ്പാടാക്കിയതാണ് ഈ നോൽമ്പ് എന്നാണ് ഖുർആനിൽ പറയുന്നത്. അല്ലാതെ അവിടെ ആരോഗ്യശാസ്ത്രം പറയുന്നില്ല, പട്ടിണി മനസ്സിലാക്കൽ പറയുന്നില്ല, ഇന്ന് തള്ളിമറിക്കുന്ന വ്യാഖ്യാനങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. പ്രിയപ്പെട്ട ജബ്ബാർ മാഷെ, പരിശുദ്ധ ഖുർആനിൽ നോമ്പിനെ സംബന്ധിച്ച് ഒന്നിലധികം ആയത്തുകളുണ്ട്. അതിൽ ഒന്ന് പറയാം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് ഫർളാണ്, മുൻഗാമികൾക്ക് ഫർളായതുപോലെ. എന്തിനാ നോമ്പ് ഇങ്ങനെ ഫർളാക്കി വെച്ചത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കാൻ വേണ്ടി, നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരങ്ങളെ, പാപങ്ങളെ, തെറ്റുകളെ, തിന്മകളെ. അപ്പൊ ശരീരത്തെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. ഇത് പരിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണമാണ്. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, സൂമു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കൂ, തസ്ഹു, ആരോഗ്യമുള്ളവരാകുവീൻ. നോമ്പനുഷ്ഠിച്ചാൽ ആരോഗ്യം കിട്ടും. അതാണ് നോമ്പിന്റെ ശാസ്ത്രം. നോമ്പനുഷ്ഠിച്ചാൽ ആരോഗ്യം കിട്ടും. ആരോഗ്യം കിട്ടാനാണ് നോമ്പുള്ളത്. അത് പരിശുദ്ധമായ ഹദീസാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് അൽ മുഅ്ജമുൽ കബീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഹദീസും കൂടെ വായിക്കൂ. ഖുർആനും ഖുർആന്റെ വിശദീകരണവും ഹദീസും കൂടെ വായിക്കുമ്പോൾ നോമ്പുമായി ആരോഗ്യവുമായി